അങ്ങനെ അവസാനം ഇന്ത്യ തിരിച്ചടിച്ചു. ഇന്ത്യ കലി തീർത്തു. മനസ്സിലായോ? ഇന്ത്യ കലി തീർത്തു. ഇന്ന് സിംബാബ്വേയോടെ കലി തീർത്തു. എനിക്ക് എന്തായാലും സമാധാനമായി. ആദ്യം എന്തായാലും കുറച്ച് ദിവസമായിടാ കൊട്ടിയിട്ട്. 72 റൺസിന്റെ വിജയം. അതിൽ മാത്രമേ എനിക്കൊരു സങ്കടമുള്ളൂ. ഒരു 150 റൺസിന് ഇവരെ ഒതുക്കിയിട്ട് കുറഞ്ഞത് ഒരു 100 റൺസിന്റെ ജയം വേണമായിരുന്നു. ഇതുവരെക്കായിട്ടും ഇന്ത്യയുടെ റൺ റേറ്റ് പോസിറ്റീവിലായിട്ട് എത്തിയിട്ടില്ല. 22 റൺസ് പിന്നീട് ജയം കൈവരിച്ചിട്ടും അതൊരു 100 റൺസിന് മേളിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് റൺ റേറ്റിൽ നിന്ന് നോക്കേണ്ട ആവശ്യമേ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക വേണം എന്നേക്ക് നമിച്ചടാ. ഇയാൾക്ക് ഇന്ന് ജയിച്ചല്ലോ. സൗത്ത് ആഫ്രിക്ക ജയിച്ചപ്പോ തന്നെ പകുതി ഭാരം ഒഴിഞ്ഞതുപോലെയായി. അവന്മാരെ പണി അവന്മാര് ചെയ്ത് ഇനി നമ്മുടെ പണി നമ്മൾ ചെയ്താൽ മതി എന്നുള്ള ലെവലിലായിരുന്നു. ഇന്ത്യയുടെ പണി നല്ല ഡീസന്റ് ആയിട്ട് നല്ല വെട്ടിക്കന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ടോപ്പ് സ്കോർ എനിക്ക് തോന്നുന്നത് വേൾഡ് കപ്പിൽ ഇതിന്റെ രണ്ടാമത്തെ ഹയസ്റ്റ് സ്കോർ ആണ് T20യിൽ ഇന്ത്യ ഇന്ന് അടിച്ചു കൂട്ടിയത്. ഇന്ത്യയുടെ ഹയസ്റ്റ് സ്കോർ അടിച്ചു. 17 സിക്സ് ആണ് അടിച്ചത്. ഇന്നത്തെ ഇന്ത്യൻ ഇന്നിങ്സിൽ 1-2 സിക്സ് അല്ല, 17 സിക്സ് ആണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ, ഒരുപാട് കാര്യങ്ങൾ. വെൽക്കം വെൽക്കം വെൽക്കം. അപ്പോ സിംബാബ്വെക്ക് അപ്പോ ആദ്യം തന്നെ 3 മണിക്കുള്ള കളി ഉണ്ടായിരുന്നു. ഈ പറയുന്ന സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള കളിയായിരുന്നു. വളരെ നിർണായകമായിരുന്നു. വെസ്റ്റ് ഇൻഡീസ് എന്ത് ചെയ്യുന്നു? ബാറ്റിങ്ങിന് വരുന്നു. 7 വിക്കറ്റ് 82 അപ്പൊക്കെ ഞാൻ വളരെ ആഹ്ലാദിച്ചിരുന്നു. എങ്ങനെ പോലെ 130 റൺസിന് തീരും. പക്ഷെ നോക്കിയപ്പോൾ അവന്മാര് 177 അങ്ങനെ എന്തോ അടിച്ചു. ലാസ്റ്റ് നിന്ന് ആ ബൗളേഴ്സുമാർ ആ തലങ്കം പോലെ ആടിയോടടി. ഞാൻ വെച്ച് മരി മൂച്ചി എന്നാണ് ഞാൻ കരുതിയത്. ഓക്കെ, പക്ഷേ അവന്മാർ 9 വിക്കറ്റ് ജയിച്ചു. മാത്രം നിന്റെ ദേഹത്തെ ആരെങ്കിലും കൈവയ്ക്കും നോക്കട്ടെ. മാത്രത്തിന്റെ പ്രഗത്ഭമായ ബാറ്റിംഗ് അവന്മാർ ഓട്ടിച്ചിട്ട് അവന് എനിക്ക് 4 ഓവർ എന്തോ കിടക്കുമ്പോൾ അവന്മാർ തോറ്റിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ ഇനി ക്വാർട്ടർ ഫൈനൽ, റിയൽ ക്വാർട്ടർ ഫൈനൽ വരാൻ പോകുന്നത് വെസ്റ്റ് ഇൻഡീസും ഇന്ത്യയുമായിട്ടുള്ള മത്സരമാണ്. മനസ്സിലായോ? അതിലും കൂടി ഒന്ന് ജയിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഇന്ത്യ സെമിയിലേക്ക് കടക്കുമായിരുന്നു. കുറെ അമ്മമാര് കബഡി വർത്തക്കം, സോഷ്യൽ മീഡിയയിൽ കബഡി വരത്തക്കം, എന്തിനൊക്കെ തത്തമ്മയെ കൊണ്ട് പറയക്കം ആര് കൊച്ചണ്ടി ഏര് കൊച്ചണ്ടി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. പിന്നീട് ഇന്നത്തെ കളിയില് സൗത്ത് ആഫ്രിക്ക കൊച്ചുണ്ടി അതോ ഈ പറയുന്ന വെസ്റ്റ് ഇൻഡീസ് കൊച്ചുണ്ടി. അപ്പൊ നോക്കിയപ്പോൾ വെസ്റ്റ് ഇൻഡീസ് കൊച്ചുണ്ടി എന്നും പറഞ്ഞിട്ട് കുറെ പ്രവചനങ്ങൾ. ഇന്ത്യ സെമിയിലേക്ക് കയറത്തില്ല, ഇന്ത്യ മറ്റടിക്കില്ല, ഇന്ന് സൗത്ത് ആഫ്രിക്ക തോക്കും എന്നൊക്കെ. സൗത്ത് ആഫ്രിക്ക തോക്കുമെന്ന് തന്നെയാണ് കംപ്ലീറ്റ് എണ്ണം പറഞ്ഞത്. മനസ്സിലായോ? ഇപ്പൊ എന്തായി? ആരി മൂഞ്ചി. ഓക്കെ, അപ്പോ ഇന്ന് സിംബാബ്വെക്ക് ടോസ് കിട്ടുന്നു. ഇന്ത്യ ബൗളിങ്ങിലേക്ക് അയക്കുന്നതാണ്. ഒരു ചേഞ്ച് ഇന്ന് കാരണം ഒരു ചേഞ്ച് എന്തുമാത്രം മാറ്റം വരുത്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരൊറ്റ ചേഞ്ച് വന്നപ്പോൾ തന്നെ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പണിംഗ് നില ആ ഒരു കൂട്ടുകെട്ട് മാറ്റി അവിടെ ഒരു റൈറ്റ് ഹാൻഡിനെ കൊണ്ടുവന്നു. ആ ചേഞ്ചിൽ എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ പോസിറ്റീവ് സംഭവിച്ചു എന്ന് അറിയാമോ? ആദ്യത്തെ പോസിറ്റീവ് പറയാം. ആദ്യത്തെ പോസിറ്റീവ് ഇന്ന് അഭിഷേക് ശർമ്മ തിളങ്ങി 50 അടിച്ചു. അതാണ് ആദ്യത്തെ പോസിറ്റീവ്. ഇന്ന് 2 ചേഞ്ച് മൊത്തം ഉണ്ടായിരുന്നു. ടീമിൽ 2 ചേഞ്ച് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? നമ്മുടെ റിങ്കു സിംഗിന് പകരം നമ്മുടെ സഞ്ജു സാംസൺ വന്നു. അതുപോലെ വാഷിംഗ്ടൺ സുന്ദറിന് പകരം അക്ഷർ പട്ടേൽ വന്നു വൈസ് ക്യാപ്റ്റനായിട്ട്. ഓക്കെ, അങ്ങനെ ടോസ് ഇന്ത്യക്കായിരുന്നു. ടോസ് അവർക്കായിരുന്നു. ഇന്ത്യക്ക് പിന്നീട് എന്താണ് ബാറ്റിംഗ് കൊടുത്തു. സൂര്യകുമാർ പറഞ്ഞു എനിക്കും ബാറ്റിംഗ് തന്നെയായിരുന്നു വേണ്ടത് എന്നുള്ളത്. സഞ്ജു സാംസൺ 15 ബോളിൽ 24 റൺസ്, 2 സിക്സ്, 1 4. അമ്മയാണ് ഈ 24 റൺസേ അടിച്ചു. വെറും 15 ബോളിൽ അവൻ ഉണ്ടാക്കി കൊടുത്ത മൊമെന്റോ ഉണ്ടല്ലോ, അവൻ ഉണ്ടാക്കി കൊടുത്തിട്ട് തുടക്കം ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. ആ തുടക്കം കിട്ടിയോ? ഞാൻ ഇന്ന് സഞ്ജു സാംസൺ ഒട്ടും കുറ്റം പറയില്ല. പക്ഷെ നല്ല രീതിയിൽ കളിക്കാമായിരുന്നു. കുറച്ചുകൂടി റൺ അടിക്കാൻ പാടില്ല. പക്ഷെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം 15 ബോളിൽ അവൻ വെറും 15 ബോളേ കളിച്ചുള്ളൂ, 24 റൺസും അടിച്ചു. മനസ്സിലായോ? അതിൽ 2 സിക്സ് ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് വിക്കറ്റ് പോകുന്ന വെറും 48 റൺസാണ് ഫസ്റ്റ് വിക്കറ്റ് പോകുന്നത്. 3.4 ഓവർ, വെറും 3.4 ഓവർ 48 റൺസ് അടിച്ചു വെച്ചിട്ടാണ് അവൻ പോണത്. സെയിം ഒരേ സൈഡ് തന്നെ പൊക്കി വെച്ചു കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഒരു ചേഞ്ച് അപ്പൊ എന്ത് സംഭവിച്ചു? അഭിഷേക് ശർമ്മ കളിച്ചു. അഭിഷേക് ശർമ്മ ഇന്ന് വെറും 30 ബോളിൽ 55 റൺസ് അടിച്ചു. 4 സിക്സുകളും 4 ഫോറുകളും അടിച്ചു. എന്തുകൊണ്ട് ഇന്ന് അവർ ഓഫ് സ്പിന്നറെ കൊണ്ടുവന്നോ? കൊണ്ടുവന്നില്ല. കാരണം റൈറ്റ് ഹാൻഡർ
അവിടെ നിൽക്കുന്നു, കിട്ടും, അടി കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അവർ കൊണ്ടുവരാത്തത്. ഇല്ലെങ്കിൽ അവർ തുടക്കമേ കൊണ്ടുവന്നെ. ഇന്ന് അഭിഷേക് ശർമ്മ കളിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഗ്രൗണ്ട് അടിച്ചൊരു സിംഗിൾ എടുത്തു. അപ്പൊ ഇതെല്ലാത്തിനും മാറ്റം ഈ ഒരു മാറ്റമാണ്. ഇനി അങ്ങോട്ട് ഈ ഒരു സംഭവം മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് ഓൺ ഇറങ്ങിയ ആര് വരുന്നു? ഇഷാൻ കിഷൻ വരുന്നു. കിട്ടലമായിട്ട് അവനെ കളിച്ചു 24 ബോൾ 38 റൺസ് അടിച്ചു, ഒരു 4ഉം ഒരു 6ഉം അടിച്ചു. ഒരു 4ഉം 4 4ഉം ഒരു 6ഉം അടിച്ചു. ആര്? ഇഷാൻ കിഷൻ. ഇന്ന് എല്ലാരും കളിച്ചു. ഇന്ന് പിന്നെ കൺസേൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സൂര്യകുമാർ യാദവ് 13 ബോളിൽ ഫസ്റ്റ് ബോളിലെ സ്കോർ അടിച്ചു തുടങ്ങി. 13 ബോളിൽ 33 റൺസ് അടിച്ചു, 2 6കളും 3 4കളും അടിച്ചു. ഫസ്റ്റ് ഒരു ലൈഫ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ലൈഫ് എല്ലാവരും കിട്ടട്ടെ. ഇഷാൻ കിഷൻ ലൈഫ് കിട്ടി, പിന്നെ അഭിഷേക് ശർമ്മയ്ക്ക് ലൈഫ് കിട്ടി, സഞ്ജു സാംസൺ മാത്രമായിട്ട് ലൈഫ് കിട്ടിയില്ല, ബാക്കി എല്ലാവരും കിട്ടിയിട്ടുണ്ട്. അപ്പോ പക്ഷെ നമുക്ക് എടുത്തു പറയാനുള്ള 2 കക്ഷികളുണ്ട്. ഒന്ന് തിലക് വർമ്മ, 2 ഹാർദിക് പാണ്ഡ്യ. തിലക് വർമ്മ മെല്ലെ പോക്കണം ആരുടെ ഇവിടെ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല. തിലക് വർമ്മ കടമാണ്, കൊട്ടി നിൽക്കും, റണ്ണ് കളയുന്ന ആരുടെ പറഞ്ഞത്? മോശം പറഞ്ഞതിന്റെ തലയിൽ ഇടുത്തി വിടട്ട്. വെറും 16 ബോളിൽ നിന്നാണ് 44 റൺസ് അടിച്ചത്, 4 6കളും 3 4കളും. മനസ്സിലായോ? അവിടെ ഞാൻ ഒരു കാര്യം പറയാം, ഇവനെ ഫസ്റ്റ് ഡൗൺ ഇറക്കിയിട്ടിരുന്നെങ്കിൽ വിധി തന്നെ കാണിക്കുമായിരുന്നു. ഇപ്പൊ അവന് കറക്റ്റ് സമയം കിട്ടി, മനസ്സിലായോ? അവന്റെ ബാറ്റിൽ കയറി, അവനും ഒരു ആത്മവിശ്വാസം കിട്ടി. ഇതൊക്കെ വന്ന ചേഞ്ച് എവിടെയാ വന്നത്? ഇതൊക്കെ സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഓപ്പണിംഗ് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ ചേഞ്ച് ആണ്. മനസ്സിലായോ? സഞ്ജു പോയപ്പോ ആരത്തെ ഈ പറയുന്ന ഇഷാൻ വരുന്നു, ഇഷാൻ പോകുമ്പോ അത് പിന്നെ ലെഫ്റ്റ് ഹാൻഡ്, പിന്നെ റൈറ്റ് ഹാൻഡ്, പിന്നെ ലെഫ്റ്റ് ഹാൻഡ്, അങ്ങനെയാ വന്നത്. മനസ്സിലായോ? അപ്പോ തിലക് പറഞ്ഞ മുട്ടോടിയായിരുന്നു കേട്ടോ, മുട്ടോടി. 16 ബോളിൽ നിന്ന് പറഞ്ഞാൽ അവന്റെ ആ ഒരു അടിയിൽ നിന്നാണ് ഇന്ത്യ 256 എന്ന് പറയുന്ന കൂറ്റൻ പിന്നെ സ്കോറിലേക്ക് വന്നത്. ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറാണ് T20 വേൾഡ് കപ്പിൽ. അതുപോലെ തന്നെ നമ്മുടെ കുൻഫു പാണ്ഡ്യ ഇന്ന് മാൻ ഓഫ് ദി മാച്ചും അവനായിരുന്നു. അതും 23 ബോളിൽ 50 അടിച്ചു, 4 6കൾ 2 4കൾ അടിച്ചു കുൻഫു പാണ്ഡ്യ. ഇവരുടെ രണ്ടുപേരുടെയും ഹാർദിക് പാണ്ഡ്യയുടെ 217 സ്ട്രൈക്ക് റേറ്റ്, തിലക് വർമ്മയുടെ 275 സ്ട്രൈക്ക് റേറ്റ്. മനസ്സിലായോ? ഇവര് രണ്ടുപേരെയും അവസാനത്തിന് ആ ഒരു അടിയില്ല, ലാസ്റ്റ് ഓവറിൽ കുറച്ച് റൺസേ പോയിട്ടുള്ളൂ, 1-2 ബോൾ അങ്ങ് ബീറ്റിനായി. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് 260 എത്രയാണ് ശ്രീലങ്ക അടിച്ചത് എന്താണ് ടോപ്പ്, അത് മറികടക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഓക്കെ, ഇതാണ് ഇന്ത്യ അടിച്ചു റൊട്ടിയപ്പോ തന്നെ ഇന്ത്യ കളി ജയിച്ചു എന്നുള്ളതാണ്. അടുത്ത സിംബാബ്വെ ബാറ്റിംഗിലേക്ക് വരാം. ഓക്കെ, സിംബാബ്വെക്ക് 257 റൺസ് വേണം വരുന്നത് ജയിക്കാൻ വേണ്ടിയിട്ട്. ആ ബെന്നറ്റ് ഇന്ന് നോട്ട് ഔട്ട് ആയി, ഇന്നും 97 നോട്ട് ഔട്ട്. എനിക്ക് മനസ്സിലാവില്ല. അവൻ കൊട്ടി ഇന്നാണെന്ന് അവൻ കൈ ഊങ്ങി 2 സിക്സ് അടിക്കാൻ ആദ്യമായിട്ട് ഇന്നാണെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചത് സെഞ്ചുറി അടിക്കുന്നു വെച്ചു, പക്ഷെ അവനെ ഔട്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അത് ചിലർക്ക് ചില സമയങ്ങളിൽ ചില ഭാഗ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, പിന്നെ നമ്മുടെ വിക്കറ്റ് കീപ്പർ എടുത്തോണ്ട് മരുമണി, അവൻ 20 ബോളിൽ 20 റൺസ് 2 6 ഒക്കെ അടിച്ചു. പിന്നെ അങ്ങോട്ട് വേറെ ആരും, സിക്കന്ദർ രാസ 31 റൺസ് അടിച്ചു. അവന്മാര് ഈ പറയും പോലെ എന്താണ് 184 അത് ഓവർ ചെയ്യുന്നു. 6 വിക്കറ്റിന് കളി അവസാനിച്ചു. പക്ഷെ നമുക്കിവിടെ കൺസേൺ ആയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കേസ്, ബൗളിംഗിലേക്ക് നമ്മൾ വരുമ്പോൾ അഭിഷേക് സിംഗ് പിന്നെ അർഷദീപ് സിംഗ് കിടിലമായിട്ട് എറിഞ്ഞു, 3 വിക്കറ്റും തള്ളിയിട്ടു. അവനാണ് ഇന്ന് എറിഞ്ഞത്, കൃത്യമായിട്ട് അവൻ എറിഞ്ഞത് അവൻ മാത്രമാണ്. 24 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 3 വിക്കറ്റ് തള്ളിയിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യ ഇന്ന് ഒരു വിധം പറഞ്ഞു 3 ഓവറിൽ 21 റൺസ് വിട്ടുകൊടുത്തിട്ടുള്ളൂ, വിക്കറ്റ് കിട്ടിയിട്ടില്ല. ബുംറയ്ക്ക് ഇന്ന് അടി കിട്ടി. ബുംറയ്ക്ക് 3 ഓവറിൽ 21 റൺസ് വിട്ടുകൊടുത്തു. പക്ഷേ ബുംറയുടെ ആ ഒരു ഇത് വന്നിട്ട് ബുംറയിനൊക്കെ ഇന്ന് 6 ഒക്കെ അടിച്ചു. ഇത് 3 ഓവറിൽ 21 7 വെച്ച് അടിച്ചിട്ടുള്ളൂ. അത് വലിയൊരു റൺ അടിയല്ല, എങ്കിലും സിംബാബ്വെ പോലുള്ളവർ അടിക്കുമ്പോൾ നമുക്കൊരു അത്ര പോരാ എന്ന് നമുക്ക് തോന്നിപ്പോയി. വരുൺ ചക്രവർത്തിക്ക് ഇന്നും അടി കിട്ടി. 8 വെച്ച് അടിച്ചിട്ട് 4 ഓവറിൽ 35 റൺസ് വിട്ടുകൊടുത്തു. ഏതാണ്ട് 9 വെച്ച് അടിച്ചിട്ട് 1 വിക്കറ്റാണ് കിട്ടിയത്. ഈ വരുൺ ചക്രവർത്തിയുടെ ഒരു കേസ്, വരുൺ ചക്രവർത്തി തുടക്കമേ വിക്കറ്റ് കിട്ടണം എന്നുള്ളതാണ്. വിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അവൻ പിന്നീട് അങ്ങോട്ട് ഡൗൺ ആവും. അവനെ ഫ്രംപുട്ട് കയറി 2 അടി അടിച്ചാൽ പിന്നെ അവൻ ഡൗൺ ആവും. പിന്നെ ചുമ്മാ ഷോർട്ട് പിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കും. ഷോർട്ട് ബോളുകൾ എറിഞ്ഞത് ഇന്നും കുറെ ഷോർട്ട് ബോളുകൾ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരുന്നു. മനസ്സിലായോ? അതിലാണ് ഇന്ന് അടി കിട്ടിയത്. വരുൺ ചക്രവർത്തി മാറ്റിയില്ലെങ്കിൽ വളരെ മോശം. അതായത് സിംബാബ്വെക്കെതിരായിട്ട് ഈ ഷോർട്ട് ബോളുകൾ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവന്മാരടിച്ച് കൊച്ചുകുട്ടികൾ അടിക്കട്ടെ, നടുക്ക് കുത്തി വരുന്നത്, പിന്നെ ആരടിക്കില്ല. അതിന് കാരണക്കാരനാക്കിയത് ഞാൻ പറയാം റിങ്കു സിംഗ്. അവന്റെ ഫസ്റ്റ് ഓവറിലാണ് ഒരു വിക്കറ്റ് കിട്ടാനുള്ളതാണ്. റിങ്കു സിംഗ് പുട്ട് കേച്ച് കളഞ്ഞു. കഴിഞ്ഞ എല്ലാ കളികളും നല്ല വലുതും കേച്ചെടുത്തവൻ ഈ ഒരു കളിയിൽ ഏറ്റവും പുട്ടായിട്ട് ഒരു കേച്ച് കളഞ്ഞു. പട്ടേലാണ്
അക്സർ പട്ടേലാണ് ആദ്യം ഇന്ത്യക്ക് വിക്കറ്റ് എടുത്ത് കൊടുക്കുന്നത്. 35 റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് എടുത്തു. ശിവൻ ദുബെ, ഇവൻ എന്തേടെ പറ്റിയത്? ശിവൻ ദുബയ്ക്ക് ചുമ്മാ പട്ടിയലടിക്കുമ്പോൾ അവനെ അടിക്കണേ. ഇവന്റെ അടുത്ത് ആരോ പറഞ്ഞെടുത്ത് വൈൽഡ് യോർക്കർ അറിയാൻ പറഞ്ഞെടുത്തു. അവന് ഓപ്പണിംഗ് കൊടുത്താൽ അവൻ വൈൽഡ് യോർക്കർ അറിഞ്ഞോണ്ടിരിക്കും. എന്തോന്നാണ് ഇത്രയ്ക്ക് പേടി? ഇത്രയ്ക്ക് നീ അതപ്പതിച്ചു പോയാ? നോ ബോള് നേരെ വീണ ഫിക്സ്. വരണവനും പോണവനും പട്ടി അടിക്കുമ്പോൾ അടിക്കുന്നുണ്ട്. നീ ഇപ്പൊ ബാറ്റിംഗിൽ ഒരുവിധം കളിക്കുന്നുണ്ട് ഇല്ലാന്ന് പറഞ്ഞു. അപ്പത്തേക്ക് നിന്റെ ബൗളിംഗ് മൊത്തം അങ്ങ് പോയാ. നീ മനസ്സിലാവില്ല, ബൗളിംഗേ കാണാനില്ല. നീ ഒരു ഓൾറൗണ്ടറാണ്. എന്തോന്നല്ലേ ഒരു കോൺഫിഡൻസ് വേണ്ടേ മനുഷ്യന്? എറിയുമ്പോ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ചുമ്മാ കൊണ്ട് വൈഡ് യോർക്കർ എറിയാൻ വേണ്ടി ശ്രമിച്ച് ചുമ്മാ നോ ബോൾ വൈഡ്. നേരെ എറിയണമെങ്കിൽ ഔട്ട്, അല്ല നേരെ എറിയണമെങ്കിൽ 6. പട്ടിയടി കൊച്ചു കുട്ടികൾ അടിക്കില്ല, അതുപോലെ അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ കളിയും നമ്മൾ കണ്ടു. വളരെ മോശം. നിങ്ങളൊരു ഓൾറൗണ്ടറായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ എറിയണം, മനസ്സിലായല്ലോ? ഇങ്ങനെയൊക്കെ എറിഞ്ഞ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ പേടിച്ച് തൂറിച്ച് ലാസ്റ്റ് ഓവർ എറിയുമ്പോഴാണ് താങ്കൾ എറിയുന്നത്. അല്ലെങ്കിൽ ഒരു ഓവറിൽ 20 റൺസ് വേണം. അപ്പോഴെങ്ങനെ അറിയാം? ആ രീതിയിൽ അറിയാം. താങ്കൾ വിക്കറ്റ് ഇടുന്നത് പേടിച്ചറിയുന്നത്. ഇത് ആരോ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ 1-2 കളി കൊണ്ടാണ് ഞാൻ കാണുന്നത്. ഇവൻ വൈഡ് യോർക്കർ എറിഞ്ഞോണ്ടിരിക്കുന്നത്. അല്ലാതെ അവന് വിക്കറ്റ് കിട്ടും. വൈഡ് യോർക്കർ എറിഞ്ഞോണ്ടിരിക്കുന്നത് ഒരു 4 വൈഡ് പോകുമ്പോ വൈഡ് പോകും, ഒന്ന് കറക്റ്റ് ആവും. എന്തോന്നടേ അപ്പൊ ഇന്നത്തെ കൺസേൺ വെച്ചാൽ ബൗളിംഗിൽ വീണ്ടും കൺസേൺ ആയി തുടങ്ങി. ബൗളിംഗ് വീണ്ടും അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിക്ക് ആവുന്നില്ല എന്നുള്ളതാണ്. എന്തൊക്കെയാണ് എല്ലാം മാറ്റി നിർത്താം. ഇന്ത്യ ജയിച്ചു, സൗത്ത് ആഫ്രിക്ക ജയിച്ചു, ഇത്രയാണ് നമുക്ക് അറിയാനുള്ളത്. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും ജയിച്ചു. ഇന്ത്യക്ക് ഇനി ഈ പറയുന്ന റൺ റേറ്റും നോക്കണ്ട, ഒരു തേങ്ങയും നോക്കണ്ട. ഇനി ഏറ്റവും അവസാനത്തെ കളി പിന്നീടാണ് നമ്മുടെ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള കളി. അതൊരു ക്വാർട്ടർ ഫൈനലായിട്ട് കൂട്ടിക്കോ. അത് ജയിച്ചാൽ സെമി. ആര് ജയിക്കുന്നു അവർ സെമിയിലായിട്ട് പോകുന്നു. കുറച്ച് കാണണ്ട, ലവന്മാരെ കുറച്ച് കാണണ്ട. അവന്മാർ അവസാനം വരെ ചാള വെട്ടാണ്. അമ്മാ ബോള് ബാറ്റിൽ കൊണ്ടു കഴിഞ്ഞാൽ സിംഗോ പിന്നെ ടേണും നോക്കൂല, അത് 6 ആണ്. അതിന് കാലമാടന്മാരാണ് പറഞ്ഞത്, മനസ്സിലായി? 2 6 ഒത്തടിക്കാനുള്ള കഴിവുണ്ട് എല്ലാത്തിനും. എല്ലാവരുടെ ജിമ്മുമായിട്ട് ഇങ്ങനെ വരുന്നു, എടുത്തൊരു കറക്കാണ്. അതുകൊണ്ട് ലവന്മാരെ സൂക്ഷിക്കണമെന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇന്ത്യക്ക് ഒരു ആത്മവിശ്വാസം തിരിച്ചു കിട്ടി കാണാം. കുറേ കളികൾ ജയിച്ചു, ഒരു കളി തോറ്റപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. പക്ഷെ ഇന്ന് അതിനൊക്കെ ചുട്ട മറുപടിയായിട്ട് 256 എന്ന് പറയുന്ന കൂറ്റൻ സ്കോർ അടിച്ചാണ് ഇന്ത്യ മറുപടി പറഞ്ഞത് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ഞാൻ അന്നൊരു കളി തോറ്റ്, കൂടുതൽ ഉണ്ടാക്കണ്ട, നമ്മൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ അടുത്ത ഇനി വെസ്റ്റ് ഇൻഡീസിന്റെ കളിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പാകിസ്ഥാൻ ഔട്ടായില്ലേ, മോശമായിപ്പോയി. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.